എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് തിരുവിതാംകൂർ, ഗുരുവായൂർ, കൊച്ചി, കൂടൽമാണിക്യം ദേവസ്വങ്ങൾക്ക് കീഴിൽ 37 പോസ്റ്റുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. ഇവയിലെ പ്രധാനപ്പെട്ട ഒഴിവുകൾ, യോഗ്യതകൾ തുടങ്ങിയ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ്സ് സ്റ്റാർട്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LD ക്ലാർക്ക് സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് 2. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LD ക്ലാർക്ക് തസ്തികയിൽ നിലവിൽ 113 ഒഴിവിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യതകൾ +2 അല്ലെങ്കിൽ തത്തുല്യം, കൂടാതെ ഒരു ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റാണ്. നിലവിൽ 113 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റ് നിലവിൽ ഉണ്ടായിരിക്കുമ്പോൾ ഇനി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒഴിവുകളിലേക്കും ഈ ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തും. LD ക്ലർക്ക് അപേക്ഷകനുള്ള പ്രായപരിധി 18 മുതൽ 36 വരെയാണ്. SC/ST വിഭാഗങ്ങൾക്കും മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്കും നിയമാനുസൃതമായ ഇളവ് ലഭിക്കും. എല്ലാ വിഭാഗങ്ങൾക്കും അപേക്ഷാ ഫീസുണ്ട്. അപേക്ഷ ഫീ 500 രൂപയാണ്. SC/ST വിഭാഗങ്ങൾക്ക് 250 രൂപയും ഫീ ആയി നൽകണം. ഹിന്ദു മതത്തിൽപ്പെട്ടവർക്കാണ് അപേക്ഷിക്കാൻ യോഗ്യത. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിയാണ് 30/9/2025. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പ്യൂൺ ഓഫീസ് അറ്റൻഡൻറ്റ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പ്യൂൺ ഓഫീസ് അറ്റൻഡൻറ്റ് തസ്തികയിൽ നിലവിൽ 14 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനു വേണ്ട വിദ്യാഭ്യാസ യോഗ്യത SSLC വിജയം അല്ലെങ്കിൽ തത്തുല്യമാണ്. സൈക്ലിംഗ് അറിഞ്ഞിരിക്കേണ്ടത് ഇതിന് അഭികാമ്യമാണ്. വനിതകളെയും ഭിന്നശേഷിക്കാരെയും ഈ യോഗ്യത വേണമെന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആകെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒഴിവുകളുടെ 4% ഒഴിവുകൾ സർക്കാർ ഉത്തരവ് പ്രകാരം പരാമർശിക്കുന്ന ഭിന്നശേഷി വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്കായി നീക്കിവച്ചിരിക്കുന്നു. നിലവിൽ 14 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള ഈ പോസ്റ്റിലേക്ക് ഉള്ള അപേക്ഷകരുടെ പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ്. സംവരണ വിഭാഗക്കാർക്ക് വയസ്സിൽ നിയമാനുസൃതമായ ഇളവുണ്ട്. അപേക്ഷ ഫീ 500 രൂപയാണ്. SC/ST വിഭാഗങ്ങൾക്ക് 250 രൂപയാണ് ഫീ. കൊച്ചിൻ ദേവസ്വം ബോർഡിൽ ക്ലർക്ക്, ദേവസ്വം അസിസ്റ്റൻറ്റ്, ജൂനിയർ ദേവസ്വം ഓഫീസർ. നിലവിൽ ഓരോ ഒഴിവാണ് ക്ലർക്ക്, ദേവസ്വം അസിസ്റ്റൻറ്റ്, ജൂനിയർ ദേവസ്വം ഓഫീസർ പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനുവേണ്ട വിദ്യാഭ്യാസ യോഗ്യത SSLC ആണ്. ഫീസ് 500 രൂപയും സംവരണ വിഭാഗങ്ങൾക്ക് 250 രൂപയാണ്. കൂടൽമാണിക്യം ദേവസ്വത്തിൽ LD ക്ലർക്ക്. കൂടൽമാണിക്യം ദേവസ്വത്തിൽ നിലവിലുള്ള ഒരു ഒഴിവിലേക്കാണ് നിയമനം. ഇതിനുവേണ്ട വിദ്യാഭ്യാസ യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യമാണ്. ഇതിന് കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണമെന്നുണ്ട്. ഇതിന് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഇവിടെ പറയുന്നില്ല. അപേക്ഷകൻ്റെ വയസ്സ് 18 മുതൽ 40 ഇടയിലായിരിക്കണം. അപേക്ഷ ഫീസ് 500 രൂപയും SC/ST വിഭാഗങ്ങൾക്ക് 250 രൂപയുമാണ്. ഗുരുവായൂർ ദേവസ്വത്തിൽ വാച്ച്മാൻ. ഗുരുവായൂർ ദേവസ്വത്തിൽ വാച്ച്മാൻ തസ്തികയിൽ നിലവിൽ 38 ഒഴിവുകളിലേക്ക് നിയമിക്കപ്പെടുന്നതിനാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യമാണ്. സ്ത്രീകളും ഭിന്നശേഷിക്കാരും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടതില്ല. ഇതിനുവേണ്ട പ്രായപരിധി 18 മുതൽ 36 SC/ST വിഭാഗങ്ങൾക്ക് പ്രായപരിധിയിൽ ഇളവുണ്ട്. ഇതിൻ്റെ അപേക്ഷ ഫീ 300 രൂപയും SC/ST വിഭാഗങ്ങൾക്ക് 150 രൂപയുമാണ് ഫീ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് വിജ്ഞാപനം ചെയ്യപ്പെട്ടുള്ള തസ്തികകളും ഒഴിവുകളുമാണ് തന്നിട്ടുള്ളത്. LD ക്ലർക്കിന് 113 ഒഴിവുകളുണ്ട്. പ്യൂൺ ഓഫീസ് അറ്റൻഡൻറ്റിന് 14 ഒഴിവുകളും സ്ട്രോങ് റൂം ഗാർഡിന് 9 ഒഴിവുകളും അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിലിന് 7 ഒഴിവുകളാണ് ഉള്ളത്. അസിസ്റ്റൻറ്റ് ലോ ഓഫീസർ, ലൈബ്രറിയൻ, അസിസ്റ്റൻറ്റ് പ്രസ് മാനേജർ, അസിസ്റ്റൻറ്റ് മെഷീൻ ഓപ്പറേറ്റർ, കമ്പോസ്റ്റർ കം പ്രൂഫ് റീഡർ, ബൈൻഡർ, ഹെൽപ്പർ, ഗോൾഡ് സ്മിത്ത്, ട്യൂട്ടർ മ്യൂസിക് എന്നിവയ്ക്ക് 1 വീതമാണ് ഒഴിവുകളും. പാർട്ട് ടൈം പഞ്ചവാദ്യം കം വാച്ചറിന് 12 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. വിവിധ ദേവസ്വം ബോർഡുകളിൽ ജോലി തേടുന്ന ഹിന്ദു മതത്തിൽപ്പെട്ട യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു നല്ല അവസരമാണ്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 30/9/2025 ആണ്. എല്ലാ അപേക്ഷകൾക്കും അപേക്ഷ ഫീസുണ്ട്. അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് 1 ടൈം രജിസ്ട്രേഷൻ നിർബന്ധമായും ചെയ്തിരിക്കണം. വിശദമായ നോട്ടിഫിക്കേഷൻ, സിലബസ് എന്നിവയ്ക്ക് www.kdrb.kerala.gov.in എന്ന വെബ് വിലാസം സന്ദർശിക്കുക. തിരുവിതാംകൂർ, കൊച്ചിൻ, ഗുരുവായൂർ, കൂടൽമാണിക്യം ദേവസ്വങ്ങൾക്ക് കീഴിൽ വിജ്ഞാപനം ചെയ്തിട്ടുള്ള വിവിധ ഒഴിവുകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.